റെയിൽ ബജറ്റിന് പിന്നാലെ പൊതുബജറ്റും കേരളത്തിന് നൽകിയത് വലിയ നിരാശ മാത്രം. സ്വപ്ന പദ്ധതികൾ നൽകി പ്രതീക്ഷയോടെ കാത്തിരുന്ന കേരളത്തിന് അവസാനം കൊച്ചി മെട്രോയ്ക്കുള്ള പാക്കേജിലും IITയിലും ഒതുങ്ങേണ്ടി വന്നു. വിഴിഞ്ഞം തുറമുഖം, ഫാക്ട് പുനരുദ്ധാരണം, എയർ കേരള ഉൾപ്പെടെയുള്ള മറ്റു പ്രധാന ആവശ്യങ്ങളെല്ലാം ബജറ്റിന് പുറത്തായി. കൊച്ചി മെട്രോയ്ക്ക് അനുവദിച്ച 462.17 കോടിയാണ് സംസ്ഥാനത്തിന് ലഭിച്ച മികച്ച നേട്ടം. IIT അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യവും ധനമന്ത്രി പരിഗണിച്ചു. 5 പുതിയ IITകളിൽ 1 സംസ്ഥാനത്തിനാണ് അനുവദിച്ചത്. കൊച്ചിൻ പോർട്ടസിനുള്ള 27 കോടിയും ഷിപ്പ്യാർഡിനുള്ള 41 കോടിയും കയർ മേഖലയ്ക്കുള്ള 82 കോടിയുമാണ് കേരളത്തിന് അനുകൂലമായ മറ്റു പ്രഖ്യാപനങ്ങൾ. അതേസമയം പുതുതായി പ്രഖ്യാപിച്ച 4 എയിംസിൽ ഒന്നുപോലും കേരളത്തിന് ലഭിച്ചില്ല. ഇതിലുള്ള സംസ്ഥാന MPമാരുടെ പ്രതിഷേധവും ധനമന്ത്രി അവഗണിച്ചു. സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന് തുക പ്രഖ്യാപിക്കാത്തത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന് തിരിച്ചടിയായി. 16 പുതിയ തുറമുഖങ്ങൾക്കായി 11,000 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയ സ്ഥാനത്താണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് പരാമർശം പോലും ഇല്ലാത്തത്. 990 കോടിയുടെ ഫാക്ട് പുനരുദ്ധാരണ പാക്കേജ് എന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് ബജറ്റിൽ വകയിരുത്തിയത് 46 കോടി രൂപ മാത്രം. പുനരുദ്ധാരണ പാക്കേജ് അനുവദിക്കുമെന്ന് കഴിഞ്ഞ ദിവസം രാസവള മന്ത്രി അനന്ത്കുമാർ ലോക്സഭയിൽ പറഞ്ഞിരുന്നു. കായംകുളം താപനിലയത്തിന്റെ 2ാം ഘട്ട വികസനം, എയർ കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ മറ്റു പദ്ധതികൾക്കും ബജറ്റ് സമ്മാനിച്ചത് നിരാശ മാത്രം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.